മൈറ്റോസിസിൻ്റെ സൈറ്റോകൈനസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഇവിടെ പറയുന്നത്. ഡിവിഷൻ ഓഫ് സെൽ സൈറ്റോപ്ലാസം. അനിമൽ സെൽസിലാണെങ്കിൽ സെൽ മെംബ്രെയിൻസ് ബിഗിൻസ് ടു ഇൻവാജിനേറ്റ്, അങ്ങോട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോകാൻ തുടങ്ങും. Cytokinesis results when a fiber ring composed of a protein called actin around the center of the cell contracts, pinching the cell into two daughter cells, each with one nucleus. അപ്പോൾ നടുക്കിലുള്ള ആക്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീന് സെൻറ്ററിൽ വന്നിട്ട് ഈ സെല്ലിനെ കൺട്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക, പിഞ്ചിങ് വലിച്ചു കൊണ്ടുപോയിട്ടാണ് രണ്ട് ന്യൂക്ലിയസ് ആക്കി മാറ്റുക അനിമൽ സെൽസിൽ. Whereas in plant cells, spindle fibers do not disappear from the region of equatorial plane. Equatorial plane spindle fibers povilla. Synthesis of new cell wall between two daughter cells rather than cleavage furrow in cytoplasm. ഒരു ഫറോ ഉണ്ടാക്കില്ല, പക്ഷെ ഒരു സെൽ വാൾ ഉണ്ടാക്കും. അങ്ങനെയാണ് പ്ലാന്റ് സെൽസിൽ. സോ ഇതാണ് സൈറ്റോകൈനസിസ് ഇൻ അനിമൽ സെൽസിൻ്റെ ഒരു പിക്ചർ. ആക്റ്റിൻ റിങ് ഇവിടെ ഫോം ചെയ്യുന്നു, ക്ലീവേജ് ഫറോ വരുത്താണ്, ഒരു കുഴി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വേറെ പ്ലാന്റ്സിലാണ് വെച്ചാൽ ഇവിടെ ഒരു സെൽ പ്ലേറ്റ്, സെൽ വാളിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ ഒരു സെൽ വാൾ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുക. സി അതേപോലെ തന്നെ വീണ്ടും ഒരു പിക്ചർ, ക്ലീവേജ് ഫറോ റീച്ചസ് ദ സെൻറ്റർ, ഇറ്റ് പിഞ്ചസ് എപ്പാർട്ട്. പ്ലാന്റ് സെൽസിൽ ഇക്വേറ്ററിൽ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ഇക്വേറ്ററിൻ്റെ അവിടെ ഫോം ചെയ്യുന്നു. പ്ലാസ്മ മെംബ്രെയിൻ, ടു ഡോട്ടർ ന്യൂക്ലിയസ്, ഇവിടെ ഒരു സെൽ വാൾ പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള മൈറ്റോസിസിൻ്റെ പിക്ചറാണ്. ഇൻ്റർഫേസ്, ഏർലി പ്രോഫേസ്, ലേറ്റ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ് ആൻഡ് ഇൻ്റർഫേസിൻ്റെ വീണ്ടും ഒരു പിക്ചറാണ്. അടുത്ത ഇൻ്റർഫേസിൻ്റെ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദ പ്ലാന്റ് സെൽ എന്ന് പറഞ്ഞിട്ട് മിയോസിസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംഭവങ്ങൾ. ക്രൊമാറ്റിൻ സെൽ സൈക്കിളിൻ്റെ ജിഫാണ്. നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെ സ്പിൻഡിൽ ഫൈബേഴ്സ് എല്ലാം ഫോം ചെയ്യുന്നു, ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യുന്നു, പിടിച്ച് വലിക്കുന്നു. സെൽ സൈക്കിൾ, മിയോസിസ്. മൈറ്റോസിസ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, ഇക്വേഷണൽ ഡിവിഷൻ. മിയോസിസ് എന്ന് പറയുന്നത് റിഡക്ഷണൽ ഡിവിഷനാണ്. General features of meiosis occurs in male and female germ cells, അതായത് റീപ്രൊഡക്റ്റീവ് സെൽസ് അല്ലെങ്കിൽ ഗമേറ്റ് ഒരു ഓഫ് സ്പ്രിങ് ഫോം ചെയ്യാവുന്ന ടൈപ്പ് സെൽസിലാണ് ഈ പറയുന്ന മിയോസിസിൻ്റെ ഡിവിഷൻ നടക്കുന്നത്. സെൽ ന്യൂക്ലിയസ് ഡിവൈഡ്സ് ടു പ്രൊഡ്യൂസ് 4 ന്യൂക്ലിയായി. ലാസ്റ്റ് വെച്ച് നമ്മൾ മിയോസിസ് 1 മിയോസിസ് 2 വരുമ്പോൾ 4 ന്യൂക്ലിയസ് ആയിട്ടാണ് ഇത് മാറുന്നത്. ഇറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ഡിവിഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് ക്രോമസോംസ് ഈസ് ഹാഫ്ഡ്, ദാറ്റ് ഈസ് ഡിപ്ലോയിഡ്, 2n becomes haploid. നമ്മുടെ ക്രോമസോമിൽ നമുക്ക് ഹോമോലോഗസ് ക്രോമസോം പോലെ ഒരു ക്രോമസോമിൻ്റെ ഒന്ന് തന്നെ സെയിം കോപ്പി അപ്പുറത്തുണ്ടാവും, അതാണ് 2n എന്ന് പറയുന്നത്. ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ഓരോ ക്രോമാറ്റിഡ്സും അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ഒരൊറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ 2n എന്നുള്ളത് n ആയിട്ട് മാറും. It is responsible for transmission of hereditary information from generation to generation. ഓക്കെ, പാരമ്പര്യമായിട്ട് ഓരോ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ സഹായിക്കുന്നത് മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷനാണ്. സോ മിയോസിസിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്, മിയോസിസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു, ഫസ്റ്റ് ഫേസ് ഈസ് ഇൻ്റർഫേസ് 1 and then is meiosis 1, that is the reduction division, and next is meiosis 2 which is the equational division or mitotic division. Mitosis പറഞ്ഞ അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ പറയാം. Then meiosis 1 തന്നെ വീണ്ടും divided into prophase 1. Prophase 1 again divided into leptotene, zygotene, pachytene, diplotene and diakinesis. Prophase 1 കഴിഞ്ഞാൽ the other phases are മെറ്റാഫേസ് 1, അനാഫേസ് 1, ടിലോഫേസ് 1. അതിനുശേഷം ഇൻ്റർഫേസ് 2 എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ ഉണ്ട് അനിമൽ സെൽസിൽ. മിയോസിസ് 2 ഈസ് ദെൻ ഡിവൈഡഡ് ഇൻ ടു പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടിലോഫേസ് 2. സോ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള മിയോസിസിൻ്റെ ഡിവിഷൻ ക്ലാസിഫിക്കേഷൻ. ഇത് ഒരു ക്ലാരിറ്റി കുറവാണ് പിക്ചർ, എന്നാലും
ഇതാണ് നമ്മുടെ സെൽ എന്ന് പറയുന്നത്, വിച്ച് ഈസ് കണ്ടെയ്നിങ് ഹോമോലോഗസ് ക്രോമസോംസ് ഉള്ള സെല്ലാണ്. മിയോസിസ് 1 കഴിഞ്ഞാൽ 2 ഡോട്ടർ ന്യൂക്ലിയായി ഉണ്ടാകുന്നു. അതായത് 4 ക്രോമസോം ഉള്ളത് 2 എണ്ണാക്കി ഇവിടെ കാണിക്കുന്നുണ്ട്. 2 ക്രോമസോം വീതം ഓരോ ന്യൂക്ലിയസിലും കിട്ടിയിട്ടുള്ള 2 ഡോട്ടർ ന്യൂക്ലിയായി മാറുന്നു. മിയോസിസ് 2 ആയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് 2n നമ്പർ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത്. അതായത് ഒരേ ഏരിയയുടെ സെയിം കോപ്പി ഇപ്പുറത്തും ഉണ്ടാവും. ദറ്റ് ഈസ് ഹോമോലോഗസ് ക്രോമസോം. ഈ പറയുന്ന ഈ ക്രോമസോംസിനെ പിന്നെ ഹാഫ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓരോ ക്രോമസോമിന്റെയും പകുതിയേ ഉണ്ടാവുള്ളൂ. സോ n നമ്പർ ഓഫ് ക്രോമസോംസ് ആയി. ഇത് 2n ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഡോട്ടർ ന്യൂക്ലിയസ്. മിയോസിസ് 2 ആയി കഴിഞ്ഞാൽ ഇത് 4 ന്യൂക്ലിയസ് ആണ് നമുക്ക് കിട്ടുക. ടെട്രാഡ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. സോ ദിസ് ഈസ് കംപ്ലീറ്റ്ലി മിയോസിസ്. ഇന്റർഫേസ് 1 ഫിസിയോളജിക്കലി ദ മോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇൻടാക്റ്റ് ആയിട്ടിരിക്കും. ന്യൂക്ലിയോലായി പ്രോമിനൻ്റ് ആയി നമുക്ക് കാണാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ DNA റെപ്ലിക്കേറ്റഡ് ആണ്. സം ഈസ് ഡിലേഡ് ആൻഡ് പ്രൊലോങ്സ് ഇൻ ടു പ്രോഫേസ് 1. ചില റെപ്ലിക്കേഷൻ കുറച്ച് നേരം വൈകും. പ്രോഫേസ് 1 നടത്തുന്നത്. Chromosomes are in the form of pair of chromatids, appear as chromatin network. So this is the picture. Centrosomes with centriole ഉണ്ടാവും. ക്രോമാറ്റിൻ ഡിസ്പേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ന്യൂക്ലിയോലസ് കംപ്ലീറ്റ്ലി കാണും. ന്യൂക്ലിയർ എൻവലപ്പും കാണാൻ പറ്റും. നെക്സ്റ്റ് ഈസ് മിയോസിസ് 1 പ്രോഫേസ് 1 ലെപ്റ്റോട്ടീൻ. ക്രോമസോംസ് ആർ ഷോർട്ടൻഡ് ആൻഡ് വിസിബിൾ ആസ് സിംഗിൾ സ്ട്രാൻഡ്സ്. ചെറുതാക്കിയിട്ടുണ്ടാവും. സിംഗിൾ സ്ട്രാൻഡ് പോലെ കാണാൻ പറ്റും. ബീഡഡ് അപ്പിയറൻസ് ഓഫ് ക്രോമസോംസ് ഡ്യൂ ടു ക്രോമോമിയേഴ്സ്. ദർ ആർ സം ബീഡഡ് അപ്പിയറൻസ്, മുത്തു കോർത്ത പോലെ നമുക്ക് തോന്നും. ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലൈ ഇൻടാക്റ്റ് ആയിരിക്കും. അതിന് വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് ദിസ് ഈസ് ദ ലെപ്റ്റോപ്റ്റീൻ പിക്ചർ. സെൻട്രോമിയർ കാണാൻ പറ്റും. സി അതിനൊരു മുത്ത് കോർത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ഷോർട്ടൻഡ് ക്രോമസോം. നെക്സ്റ്റ് ഈസ് സൈഗോട്ടീൻ സ്റ്റേജ്. ഹോമോലോഗസ് ക്രോമസോംസ് പെയർ അപ്പ് ചെയ്യുന്നു. പെയർഡ് ഹോമോലോഗസ് ക്രോമസോം സീൻ ആസ് ബൈവാലൻസ്. ഓക്കെ, ബൈവാലൻസ്, 2 എണ്ണം കൂടി ചേരുന്ന രീതിയിലുള്ളത്. പെയറിംഗ് പ്രോസസ് കോൾ സിനാപ്സിസ് ഒക്കേഴ്സ്. സിനാപ്സിസ്. ബൈവാലൻസ് ഫോം സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. അതായത് 2 ഹോമോലോഗസ് ക്രോമസോമിൻ്റെയും ഓരോ ഭാഗങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നിട്ട് ഒരു എക്സ് ഷേപ്പ്ഡ് പോലെ അല്ലെങ്കിൽ ഒരു കോണി, നമ്മളൊരു സ്റ്റെയർ കേസ് പോലെയോ ആക്കിയിട്ട് അവിടെ ഒരു സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. പിക്ചർ ഉണ്ട്, കാണിച്ചു തരാം. തിക്കനിങ് ആൻഡ് ഷോർട്ടനിങ് ഓഫ് ദ ക്രോമസോംസ് ഒക്കേഴ്സ്. ന്യൂക്ലിയോലൈ ടെൻഡ് ടു ഡിസപ്പിയർ. സോ ഇത് കണ്ടോ, ഇതാണ് സൈഗോട്ടീൻ സ്റ്റേജിൽ ഇവർ തമ്മിലൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഇവിടെ ഈ കോംപ്ലക്സ് ഫോം ചെയ്യാനൊക്കെ കുറേ പ്രോട്ടീൻസും എൻസൈംസും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇവിടെ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. പാച്ചിറ്റീൻ, ഫോർമേഷൻ ഓഫ് കയാസ്മാറ്റ, exchange of chromosomal segments in between 2 non-sister chromatids. This process is called as crossing over. അപ്പോൾ നമ്മളിപ്പോൾ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് സിസ്റ്റേഴ്സ് അല്ലാത്ത 2 ക്രോമസോമുമ്പിലാണ് വന്നത്, കണ്ടുല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് ഇനി ക്രോസിംഗ് ഓവർ വരുന്നത്. കണ്ടോ, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇവർ തമ്മിൽ ക്രോസിംഗ് ഓവർ നടത്തുകയാണ് ചെയ്യുക. ഇവർ തമ്മിൽ അങ്ങോട്ട് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഡിപ്ലോട്ടീനിൽ ഹോമോലോഗസ് ക്രോമസോം സ്റ്റാർട്ട്സ് ടു സെപ്പറേറ്റ്. ഈ ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ആയി മാറുന്നു. ബട്ട് റിമെയിൻ അറ്റാച്ച്ഡ് അറ്റ് കയാസ്മാറ്റ. കയാസ്മാറ്റ ഈസ് ദ പോയിന്റ് വേർ exchange of genetic materials occurs, or the synaptonimal complex form ചെയ്തിട്ട് വരുന്ന ആ ഒരു point, that is chiasmata. They are the sites of crossing over. Repulsion of homologous chromosomes, this is called disjunction. 2 centromeres start moving to opposite poles. Okay, centromeres opposite poles-ലോട്ട് പോവാൻ തുടങ്ങും. ആൻഡ് chiasma ഇവിടെ ഉണ്ട്. The point of attachment, that is chiasma. ഓക്കെ, പിക്ചർ വീണ്ടും ഞാൻ ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്. ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു പിക്ചറും കൂടെ ഉണ്ട്. ഡയാകൈനസിസ്, ബൈവാലൻസ് ആർ മോർ തിക്ക് ആൻഡ് ഷോർട്ട് ദാൻ ഡിപ്ലോട്ടീൻ. ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ, അവരുടെ അവസാന പണിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യണം. ന്യൂക്ലിയർ മെംബ്രെയിൻ സ്റ്റാർട്ട്സ് ടു ബ്രേക്ക് ഡൗൺ. ഡിസപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയോലസ്. സ്പിൻഡിൽ ഫൈബേഴ്സ് ബിഗിൻ ടു ഫോം. കാരണം നമുക്ക് പ്രോഫേസ് കഴിഞ്ഞാൽ മെറ്റാഫേസിലോട്ട് പോകണം. അപ്പോൾ സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യണം.
സോ ഇവിടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നുണ്ട്. കയാസ്മ ഇവിടെ ഉണ്ട്, അതിനെ വേർതിരിച്ച് വിടും. ഓക്കെ. മെറ്റാഫേസ് 1 ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ കംപ്ലീറ്റ് ആയി മാറും. ബൈവാലൻസ് ആർ ഇൻ മാക്സിമം ഷോർട്ട് ആൻഡ് തിക്ക് കണ്ടീഷൻ. ബൈവാലൻസ് ആർ അറേഞ്ച്ഡ് അറ്റ് ഇക്വറ്റോറിയൽ റീജിയൻസ് ഓഫ് ദ സെൽ. മെറ്റാഫേസിൽ എപ്പോഴും ഇക്വറ്റോറിയൽ റീജിയനിലോട്ട് എത്തിയിട്ടുണ്ടാവും. ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് ആബ്സെന്റ് ആണ്. സ്പിൻഡിൽസ് ആർ അറ്റാച്ച്ഡ് ബൈ സെൻട്രോമിയേഴ്സ്. So this is the equatorial formation, spindle fibers. Anaphase 1, each chromosome of the homologous pair gets separated. Oru chromosome indi homologous pair separate ആവും and move to opposite poles with continuous contraction of spindle fiber. Spindle fibers pull the whole chromosomes. നോ സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയർ. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യില്ല. നമ്മൾ മൈറ്റോസിസിൽ പറഞ്ഞ അതേപോലെ തന്നെ ഇവരെ പുള്ളിങ് ബാക്ക് ആണ് ചെയ്യുന്നത്. സെപ്പറേറ്റഡ് ക്രോമസോംസ് മൂവ് ടുവാർഡ്സ് പോൾസ്. ഷ്രിങ്കിങ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്. സി ഇവരെ ഇങ്ങനെ പുൾ ബാക്ക് സെൻട്രോസോം സി ബൈവാലൻ ക്രോമാറ്റിഡ്സിനെ പുൾ ചെയ്യുന്നു. Telophase 1, chromosomes are arrived at the opposite poles. Nuclear membrane can reform in telophase in some species. In case of others, they skip the formation of nuclear membrane. Cytokinesis usually occur and cytoplasms are divided into two daughter nucleus or two daughter cells. So, ഇതാണ് telophase. ഇത് നമ്മളൊരു construction of cell membrane വരുന്നു. Cytokinesis of meiosis 1, the cell membrane constricts and two daughter cells are formed. These daughter cells have chromosome consisting of one of its original chromatids and the other has a mixture of segments from its own and a segment of chromatid from its homologue. അപ്പോൾ അവിടെ ഒരു ക്രോസിംഗ് ഓവർ നടന്ന കാരണം മിക്സിങ് വരുന്നുണ്ട്. The formation of nuclear membrane and the nucleus is completed at this stage. And finally, the daughter cells are ready to proceed to the next stage ആണ് meiosis 2. And this is a picture of cytokinesis. രണ്ട് സെപ്പറേറ്റ് ന്യൂക്ലിയായി മാറിയിട്ടുണ്ടാവും. ഇന്റർഫേസ് 2, it is generally present in animal cells only. അവിടെ നോ എസ് ഫേസ് ആണ്, DNA റെപ്ലിക്കേഷൻ ഇല്ല. ഇത് വീണ്ടും ഞാൻ പിക്ചർ എടുത്താണ്. ലെപ്റ്റോട്ടീൻ ആണ്. സൈഗോട്ടീനിൽ കണ്ടോ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. പാച്ചിറ്റീൻ കയാസ്മാറ്റ ഫോം ചെയ്യുന്നു, ക്രോസിംഗ് ഓവർ നടക്കുന്നു. ആൻഡ് ഇവിടെ ഖയാസ്മ ഫോം ചെയ്തിട്ടുണ്ട്. ഡയാകൈനസിസ് ഇതാണ്. ആൻഡ് മെറ്റാഫേസ് 1